അദ്ദേഹം എഴുതി. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളെ ഓർക്കാതിരിക്കുവാൻ കഴിയില്ല. വളരെ മനോഹരമായതും ലളിതമായതുമായ കുറച്ച് കവിതകൾ നമുക്ക് ഈ നിമിഷത്തിൽ ഓർക്കാം. താമര പൊയ്കയ്ക്കടുത്തുള്ള വീട്ടിലാണോ മനക്കർഷക കൊയ്ത്തുപാട്ടിന്റെയും ഞാറ്റുപാട്ടിന്റെയും കൊച്ചൊരു കാനനച്ചോല അക്കരിങ്കൂവള കൺകളിലൊണ്ടൊരു പൊൻകിനാവിൻ നിഴലാട്ടം ചെന്തളിർ ചുണ്ടിലുണ്ടെപ്പോഴും നേരിയ പുഞ്ചിരി തന്നൊളി നോട്ടം എന്ന് ഒരു നാടൻ സന്ദേശത്തിൽ എഴുതിയ കവി. തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേലനിനറുതിയിലണിയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേത്തെളിന് കുളിരുകളും തളരാതുയരും കൈകളിലുണ്ടേഴകായി വിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതരാത്തൊര ദൃശ്യതയായി തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ എന്ന് തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ എഴുതിയ കവി. നീലകണ്ഠൻ ഭുജംഗമാ കങ്കണം നീക്കി നീട്ടിയ കൈ പിടിച്ചങ്ങനെ പാർവതി ദേവി ലീലാകിരിക്കുമേ പാദചാരേണ പോകുന്നുവെങ്കിലോ എന്ന് മേഘ സന്ദേശത്തിൽ എഴുതിയ കവി. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു വെള്ളി തന്നീർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു എന്ന് മഴ ചാറുമ്പോൾ എന്ന കവിതയിൽ എഴുതിയ കവി. വെള്ളം തെറിപ്പിച്ചു തുള്ളിക്കളിച്ചിടും ചെല്ലത്തിരകളെ നോക്കി ചെമ്പനീർ പൂവുകൾ തുന്നിയ പൂന്തുകൾ തുമ്പുകൾ മന്ദമുതുക്കി എന്ന് റാണിയിൽ എഴുതിയ കവി. എല്ലാവർക്കും സുപരിചിതമായ എന്റെ അമ്മ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് തവണ പാടിത്തന്ന കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു ഗാനം. കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിൽ എന്റെ ജീവന്റെ ജീവനിരിപ്പു കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിൽ എന്റെ ജീവന്റെ ജീവനിരിപ്പു നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു നീർക്കിളി പോലെ കാണാമത്തോണി പതുക്കെ ആലോലം പോകുന്നകലെ മാറാനിൻ പുഞ്ചിരി നൽകിയതോ മാഞ്ചമ്മായും മുമ്പേ നേരത്തെ നേരത്തെ സന്ധ്യമയങ്ങും നേരത്തെ പോരുകയില്ലേ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിൽ എന്റെ ജീവന്റെ ജീവനിരിപ്പു ആടും ജലറാണികളെന്നും ചൂടും തരിമുത്തും വാരി ക്ഷീണിച്ചെന്നാഥനണഞ്ഞ ഞാനെന്താണേകുവതപ്പോൾ ചേമന്തിപ്പൂ മണമേറ്റും മൂവന്തി മയങ്ങും മുമ്പേ സ്നേഹത്തിൻ മുന്തിരി നീരും സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂടും നൽകും കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിൽ എന്റെ ജീവന്റെ ജീവനിരിപ്പു എന്നെഴുതിയ കവി അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളെ ഒരു പിടി
അക്ഷരപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നവോടിയുടെ കത്ത് എന്ന കവിത ഞാൻ ചൊല്ലാം. എന്തുകൊണ്ടോ വിരലു വിറയ്ക്കയാൽ ചന്തമില്ലാത്തതാണു കൈയക്ഷരം. ഉള്ളിലുള്ളവയെല്ലാം പകർത്തുവാനുള്ള മോഹവും തോറ്റു തുല്ലിട്ടുപോയി. നാണമാകും എനിക്കുള്ളിലിപ്പോഴും ഞാൻ എഴുത്തിൽ വിളിക്കേണ്ടതെന്തുവാൻ. ലജ്ജ തന്നീർത്ത് കഞ്ചുകം നീക്കി ഞാൻ സജ്ജമായില്ലി ദേവരെ കൈവിരൽ. നീറുമെന്റെ കരളിൽ പുതുമഴ ചാറിടുന്നതാണങ്ങ് തൻ കത്തുകൾ. ആത്മനിർവൃതി കിട്ടുമെനിക്ക് രണ്ടാഴ്ച കൂടുമ്പോഴങ്ങനൊരു ദിനം. ദൂരെയോമൽ കിനാവിന്റെ ചില്ലയിൽ താരിടുന്നൊരീ ചുംബനമെന്നിയെ രോമഹർഷങ്ങളാലെ പൊതിഞ്ഞിടും ഓമനീ വിളിക്കെന്തു ഞാൻ നൽകുവാൻ. അമ്മ വന്നു പറയും അവരുടെ പൊന്മകന്റെ എടുത്തു വായിക്കുവാൻ. കള്ളിയാണു ഞാൻ, കള്ളിയാണു ഞാൻ, നാണത്തിനാൽ തൊലി കൊള്ളിടാത്തതേ വായിക്കയുള്ളിവൾ. 10 നാളുകളൊപ്പം കഴിയുവാനൊത്തുവോ നാം വിവാഹിതരെങ്കിലും. മാലയിട്ടതിന് ശേഷം സുദീർഘമാം മാസമിന്നേക്ക് 3ഓളമായിതേ. ഇപ്പോഴാണോരവസരം കണ്ടത് ശബ്ദമാമൊരി തൈമുല്ല പൂവിടാൻ. ആരു കാണുവാൻ വേണ്ടി ഞാൻ ചൂടണം മാരണമ്പായി ചമഞ്ഞൊരീ പൂവുകൾ. എന്തു വല്ലാത്ത പൂനിലാവെൻ കരൾ വെന്തു നീറുകയാണിതിൻ ജ്വാലയിൽ. ദൂരെ വാഴുന്ന മറ്റുള്ളവരെയും ക്രൂരചന്ദ്രിക ബുദ്ധിമുട്ടിക്കുമോ. വേദനയുടെ കല്ലിൻ പുറങ്ങളിൽ വീണു ചിന്നിത്തകർന്ന കിനാവ്